അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് 5ാം ക്ലാസ്സിൻ്റെ താരീഖ്, അഖ്ലാഖ് എന്നീ വിഷയങ്ങളിൽ കഴിഞ്ഞ പൊതുപരീക്ഷയ്ക്ക് വന്ന ചോദ്യപേപ്പറാണ്. ഒന്നാമത്തെ ഭാഗം നോക്കാം. ചേർത്തെഴുതാം. താഴെ 5ഓളം ചോദ്യങ്ങളാണ് നൽകിയിട്ടുള്ളത്. അപ്പോൾ ഓരോന്നിനോടും യോജിച്ചത് ആ ഒരു ബ്രാക്കറ്റിൽ നിന്നും ചേർത്ത് എഴുതാനാണ് പറയുന്നത്. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം നോക്കാം. ഇസ്ലാമിക യുദ്ധങ്ങളുടെ ഉദ്ദേശ്യം. ആ ബ്രാക്കറ്റ് ഒന്ന് വായിച്ച് നോക്കാം. അസ്വത്ത്, അഹ്സാബ്, ആത്മരക്ഷ, ജബലുർ റുമാത്ത്, ബനു ഖുറൈള. അപ്പോൾ ഒന്നാമത്തതിനോട് യോജിച്ചത് ആത്മരക്ഷ എന്നുള്ളതാണ്. ബ്രാക്കറ്റിൽ നിന്നും അതെടുത്ത് എഴുതി കൊടുക്കുക. രണ്ടാമത്തെ ചോദ്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പങ്കെടുത്ത യുദ്ധത്തിന് പറയും അസുവത്ത്. അപ്പോൾ അസുവത്ത് എന്ന് എഴുതി കൊടുക്കുക. മൂന്നാമത്തെ ചോദ്യം, മദീനയിലെ ജൂത ഗോത്രമായിരുന്നു ബനു ഖുറൈള. അപ്പോൾ അവിടെ ബനു ഖുറൈള എന്ന് എഴുതി കൊടുക്കുക. നാലാമത്തേത്, ഉഹുദിൽ അമ്പെയ്ത്തുകാരെ നിർത്തിയ സ്ഥലം ജബലുർ റുമാത്ത്. അപ്പോൾ അവിടെ ജബലുർ റുമാത്ത് എന്ന് എഴുതി കൊടുക്കുക. അഞ്ചാമത്തേത്, ഖന്തഖ് യുദ്ധത്തിൻ്റെ മറ്റൊരു പേര് അഹ്സാബ്. ഇനി രണ്ടാമത്തെ പ്രവർത്തനം ശരി അടയാളപ്പെടുത്താം. 5ഓളം ചോദ്യങ്ങളാണ് നൽകിയിട്ടുള്ളത്. ഓരോന്നിനും 3 ഓപ്ഷൻസ് നൽകിയിട്ടുണ്ട്. അപ്പോൾ ശരിയായതിന് നേരെ മാത്രം ശരി അടയാളപ്പെടുത്തുക. ഒന്നാമത്തെ ചോദ്യം, ഖൈബറിൽ മുസ്ലിം സേനയുടെ നേതൃത്വം വഹിച്ചത് ഖാലിദ് റളിയല്ലാഹു അൻഹു, അലി റളിയല്ലാഹു അൻഹു, മുആവിയ റളിയല്ലാഹു അൻഹു. അപ്പോൾ അലി റളിയല്ലാഹു അൻഹു എന്നുള്ളതാണ് ശരി. അതിന് നേരെ ശരി അടയാളപ്പെടുത്തുക. രണ്ടാമത്തെ ചോദ്യം, മക്ക വിജയം നടന്ന മാസം മുഹറം, സ്വഫർ, റമളാൻ. റമളാൻ മാസമാണ്. അപ്പം റമളാൻ മാസത്തിന് നേരെ ശരി അടയാളപ്പെടുത്തുക. മൂന്നാമത്തേത്, ഹവാസിൻ സഖീഫ് ഗോത്രക്കാരുടെ കേന്ദ്രമായിരുന്നു ത്വായിഫ്, ഹുദൈബിയ, മിസ്ർ. ത്വായിഫ് എന്നുള്ളതാണ് ശരി. അതിന് നേരെ ശരി അടയാളപ്പെടുത്തുക. നാലാമത്തേത്, റോമൻ സൈന്യത്തെ പരാജയപ്പെടുത്തിയ നായകൻ സെയ്ദ് റളിയല്ലാഹു അൻഹു, ജഅഫർ റളിയല്ലാഹു അൻഹു, ഖാലിദ് റളിയല്ലാഹു അൻഹു. ഖാലിദ് റളിയല്ലാഹു അൻഹു എന്നുള്ളതാണ് ശരി. അതിന് നേരെ ശരി അടയാളപ്പെടുത്തുക. അഞ്ചാമത്തേത്, സമൂദ് ഗോത്രത്തെ അള്ളാഹു ശിക്ഷിച്ച പ്രദേശം ഹിജ്ർ, ത്വായിഫ്, ഷാം. അപ്പം ഹിജ്ർ എന്നുള്ളതാണ് ശരി. അതിന് നേരെ ശരി അടയാളപ്പെടുത്തുക. ഇനി മൂന്നാമത്തെ പ്രവർത്തനം യോജിപ്പിക്കാം. താഴെ 5ഓളം ചോദ്യങ്ങൾ നൽകിയിട്ടുണ്ട്. അതിനോട് യോജിച്ചത് മൂന്നാമത്തെ ഭാഗത്തുണ്ട്. അത് ഓരോന്നിൻ്റെയും നേരെ രണ്ടാമത്തെ ഭാഗത്തേക്ക് എടുത്തെഴുതുക. അപ്പം ഒന്നാമത്തെ നോക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ത്വായിഫിൽ നിന്ന് മടങ്ങി ഉംറക്ക് ഇഹ്റാം ചെയ്ത സ്ഥലം. ആ മൂന്നാമത്തെ ഭാഗം ഒന്ന് വായിച്ചു നോക്കാം. തബൂക്ക്, മുഹമ്മദ് ഇബ്നു ഇദ്രീസ്, അൽ മാതുരീദി, ജിഹ്റാന, മുഅ്തത്ത്. അപ്പോൾ ഏതാണ്? ജിഹ്റാന എന്ന സ്ഥലത്ത് വെച്ചാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ത്വായിഫിൽ നിന്ന് മടങ്ങുമ്പോൾ ഉംറക്ക് ഇഹ്റാം ചെയ്ത സ്ഥലം. അപ്പോൾ അവിടെ ജിഹ്റാന എന്ന് എഴുതി കൊടുക്കുക. രണ്ടാമത്തേത്, ഷാമിൽപ്പെട്ട സ്ഥലമാണ് മുഅ്തത്ത്. അപ്പോൾ അവിടെ മുഅ്തത്ത് എന്ന് എഴുതുക. മൂന്നാമത്തേത്, റോമൻ ചക്രവർത്തി സന്ധിക്ക് തയ്യാറായ സ്ഥലം തബൂക്ക്. 4, ഷാഫിഈ മദ്ഹബിൻ്റെ ഇമാം മുഹമ്മദ് ഇബ്നു ഇദ്രീസ്. അഞ്ചാമത്തത്, അബു മൻസൂരി മുഹമ്മദ് എന്താണ് അൽ മാതുരീദി. ഇനി നാലാമത്തെ പ്രവർത്തനം ബ്രാക്കറ്റിൽ നിന്ന് പൂരിപ്പിക്കാം എന്നുള്ളതാണ്. അപ്പം അവിടെ ഒന്നാമത്തെ ചോദ്യം നോക്കാം. വമാ മുഹമ്മദുൻ ഇല്ലാ റസൂലുൻ ഡാഷ് ഖലത്ത് മിൻ റുസുലു എന്നുള്ളതാണ്. അപ്പോൾ അവിടെ ഖദ് എന്നുള്ളതും ഖബ്ലിഹി എന്നുള്ളതുമാണ് എഴുതാനുള്ളത്. അപ്പോൾ അത് കൂട്ടി വായിക്കുമ്പോൾ വമാ മുഹമ്മദുൻ ഇല്ലാ റസൂലിൻ ഖദ് ഖലത്ത് മിൻ ഖബ്ലിഹി റുസുലു എന്ന് വരും. രണ്ടാമത്തേത്, മൻ ദഖല ദാറ അബി ഡാഷ് ഫഹുവ ഡാഷ് വമൻ ദഖലൽ മസ്ജിദ ഫഹുവ ആമിനുൻ. അവിടെ എഴുതാനുള്ളത്
മൻ ദഖല ദാറ അബി സുഫിയാന എന്നുള്ളതും ഫഹുവ ആമിനുൻ എന്നുള്ളതുമാണ്. അപ്പം അത് കൂട്ടി വായിക്കുമ്പോൾ വമൻ ദഖല ദാറ അബി സുഫിയാന ഫഹുവ ആമിനുൻ വമൻ ദഖലൽ മസ്ജിദ ഫഹുവ ആമിനുൻ എന്ന് വരും. ഇനി അഞ്ചാമത്തെ പ്രവർത്തനം, തൗബ സ്വീകരിക്കാനുള്ള നിബന്ധനകൾ എന്തെല്ലാമാണ്? ചെയ്ത ദോഷങ്ങളുടെ പേരിൽ ഖേദിക്കുക, ദോഷങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുക, തെറ്റിലേക്ക് ഒരിക്കലും മടങ്ങില്ലെന്ന് ദൃഢനിശ്ചയം ചെയ്യുക, മനുഷ്യരുടെ ഹക്കുകളിൽ നിന്ന് ഒഴിവാകുക. അപ്പം അത്ര കാര്യങ്ങളാണ് തൗബ സ്വീകരിക്കാനുള്ള നിബന്ധനകൾ. ഇനി ആറാമത്തെ പ്രവർത്തനം ഒറ്റ വാക്കിൽ എഴുതുക എന്നുള്ളതാണ്. ഒന്നാമത്തെ ചോദ്യം നോക്കാം. ചീത്ത കാര്യങ്ങളെ മായ്ച്ചു കളയുന്നതാണ് എന്താണ്? നന്മ. ഇനി രണ്ടാമത്തെ ചോദ്യം, അമൽ കൊണ്ട് അള്ളാഹുവിൻ്റെ പൊരുത്തം മാത്രം ഉദ്ദേശിക്കൽ. എന്താണ് ഉത്തരം? ഇഖ്ലാസ്. ഇനി മൂന്നാമത്തത്, നന്നായാൽ ശരീരം മുഴുവനും നന്നാകുന്ന ഒന്നാണ് ഖൽബ്. നാലാമത്തത്, മനുഷ്യരെ അധികവും നരകത്തിൽ എത്തിക്കുന്ന അവയവമാണ് നാവ്. ഇനി അഞ്ചാമത്തെ ചോദ്യം, കൽപ്പിച്ചത് ചെയ്യാനും നിരോധിച്ചത് ചെയ്യാതിരിക്കാനും ആവശ്യമാണ് എന്താണ്? ക്ഷമ. ഇനി ഏഴാമത്തെ പ്രവർത്തനമാണ് വ്യക്തമാക്കാം. അവിടെ 3 ചോദ്യങ്ങളാണ് നൽകിയിട്ടുള്ളത്. ശരിയായിട്ടുള്ള രീതിയിൽ ഉത്തരം എഴുതുക. ഒന്നാമത്തത്, ഫാത്തിമ ബീവിയുടെ വസിയ്യത്ത് എന്തായിരുന്നു? എൻ്റെ മയ്യിത്തിനെ പൊതുജനം കാണാത്ത രൂപത്തിൽ കൊണ്ടുപോകണം. എൻ്റെ ശരീരാകാരം മരണശേഷവും അന്യപുരുഷന്മാർ കാണാനിടവരരുത്. ഇതായിരുന്നു ഫാത്തിമ ബീവിയുടെ വസിയ്യത്ത്. രണ്ടാമത്തെ ചോദ്യം, വിപത്തുകൾ സംഭവിച്ചാൽ പറയേണ്ടത് എന്താണ്? ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. മൂന്നാമത്തത്, വസ്ത്രം അണിയുന്നതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ശപിച്ചവർ. വസ്ത്രം അണിയുന്നതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ശപിച്ചവർ ആരെയാണ്? സ്ത്രീവേഷം അണിയുന്ന പുരുഷനെയും പുരുഷവേഷം അണിയുന്ന സ്ത്രീയെയും. ഇനി എട്ടാമത്തെ പ്രവർത്തനം അർത്ഥം എഴുതാം എന്നുള്ളതാണ്. ഒന്നാമത്തെ ചോദ്യം, അഫല അകൂന അബ്ദൻ ഷക്കൂറ. അപ്പം അതിൻ്റെ അർത്ഥം എന്താണ്? ഞാൻ നന്ദിയുള്ള ഒരു അടിമ ആകേണ്ടതില്ലയോ? രണ്ടാമത്തത്, ഇന്നല്ലാഹ യഖ്ബലു തൗബത്തൽ അബ്ദി മാ ലം യുഗർഗിർ. അർത്ഥം, റൂഹ് തൊണ്ടക്കുഴിയിൽ എത്താത്ത കാലത്തോളം നിശ്ചയം അടിമയുടെ തൗബ അള്ളാഹു സ്വീകരിക്കും. ഇനി ഒൻപതാമത്തത് ഉത്തരം എഴുതാം എന്നുള്ള പ്രവർത്തനമാണ്. ചോദ്യം 1, കസ്തൂരി വഹിക്കുന്നവരോടും ഉലയിൽ ഊതുന്നവരോടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആരെയാണ് ഉപമിച്ചത്? ഉത്തരം, നല്ല സഹവാസിയും ചീത്ത സഹവാസിയും. രണ്ടാമത്തെ ചോദ്യം, ശുക്ർ എന്നാൽ എന്ത്? ഉത്തരം, ഗുണം ചെയ്തവന് നന്ദി പ്രകടിപ്പിക്കുക. അപ്പം അതിനാണ് എന്ത് പറയുക? ശുക്ർ എന്ന് പറയുക. മൂന്നാമത്തത്, കൊല്ലപ്പെട്ടവനും നരകത്തിലാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാനുള്ള കാരണം എന്ത്? ഉത്തരം, അവൻ തൻ്റെ സഹോദരനെ വധിക്കാൻ ആഗ്രഹിച്ചവനായിരുന്നു. അപ്പോൾ ദുആ വസിയത്തോടെ നിർത്തുന്നു. ആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.